ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷിനെ സുഭാഷും അനിയന്മാരും ഒക്കെ കൂടി ചേർന്ന് സാഹസികമായി തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണുണ്ട് കേട്ടോ. അങ്ങനെ രാജീവന്റെയും അതുപോലെ തന്നെ അരുണിന്റെയും പദ്ധതികളെല്ലാം നിധിക്ക് മുൻപിൽ പാളിപ്പോകുകയാണ്. ഇവരുടെയൊക്കെ ഗൂഢതന്ത്രങ്ങളും അതുപോലെ തന്നെ ദുഷ്ട മനസ്സും ഒക്കെ നിധിക്ക് മുൻപിൽ തുറക്കപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ രാജീവനും അരുണിനും ഒക്കെ കണക്കിന് കൊടുത്തിട്ട് അവിടെ നിന്നും ഏട്ടന്മാരുടെ ഒപ്പം കൈപിടിച്ച് കിളിക്കൂടിലേക്ക് ഇറങ്ങിപ്പോകുകയാണ് കേട്ടോ. അങ്ങനെ എന്നേക്കുമായി തൻ്റെ മകളെ നഷ്ടമായെന്ന് മനസ്സിലാക്കുകയാണ്. എങ്കിലും ശ്രമങ്ങളൊന്നും പിടിയാൻ രാജീവനൊന്നും ഒരുക്കമല്ല കേട്ടോ. അതുപോലെ തന്നെ സുധീഷ് ആണെങ്കിൽ തൻ്റെ ഒരു പ്രതികാരം കൂടെ തീർത്തിട്ടായിരിക്കും പറഞ്ഞത്. കാരണം പിടിച്ചു കെട്ടിയിട്ട സമയത്ത് അരുണാണെങ്കിൽ നല്ല പൊട്ടിക്കുന്നുണ്ട് സുധീഷിനിട്ട്. അത് തിരികെ കൊടുത്തിട്ടായിരിക്കും നമ്മുടെ സുധീഷ് ഇറങ്ങിപ്പോരുക കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയതിന് ശേഷമാണെങ്കിൽ സുധീഷ് രാത്രിയിൽ വൈകിയായിരിക്കും കേട്ടോ പറഞ്ഞത്. ആ ഒരു സമയത്ത് രാത്രിയിൽ ഒരു ഓട്ടം കിട്ടുകയാണേ. അപ്പോൾ നിധിക്ക് ആകെ ടെൻഷനാണ്. കാരണം സുധീഷ് എന്നും പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും എത്താത്തത് കൊണ്ട് തന്നെ അനിയന്മാരോട് അന്വേഷിക്കുകയും അതുപോലെ തന്നെ സുധീഷിനെ തന്നെ ഫോൺ വിളിച്ച് എപ്പോൾ വരും എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് പറഞ്ഞത് വരെ കാത്തിരുന്ന് കതക് തുറക്കുകയും ഒക്കെ ചെയ്യുകയാണേ. ഇതൊക്കെ കാണുമ്പോൾ സുധീഷിന് തൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിധിയാണെങ്കിൽ തൻ്റെ മനസ്സൊക്കെ മാറാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ നിധിക്കാണെങ്കിൽ തന്നോട് ചെറിയൊരു ചായവൊക്കെ തോന്നി തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ കിനാവ് കാണുകയാണ് കേട്ടോ. അപ്പോൾ അനിയന്മാരാണെങ്കിലും പറയുന്നുണ്ട്, നിധിയേട്ടത്തിയുടെ ഒരു പ്രകടനമൊക്കെ കാണണമായിരുന്നു. ഏട്ടാ നിന്നെ കാണാഞ്ഞിട്ടുണ്ടല്ലോ, നിധിയേട്ടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു, നീ പറഞ്ഞത് വരെ ഉറക്കമഴിച്ചിരിക്കുമായിരുന്നു. ഇതിലൊക്കെ എന്തോ സംതിങ് ഇല്ലേ? അല്ലെങ്കിൽ തന്നെ സ്വന്തം അച്ഛനും ഏട്ടനും കൂടെ തെളിവുകളൊക്കെ നിനക്കെതിരായിട്ട് പോലും നീ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞപ്പം നിധിയേട്ടത്തി നിനക്ക് സപ്പോർട്ട് ചെയ്താൽ നിന്നെ. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയൊക്കെയോ ഒരു ഇതില്ലേ? നിധിയേട്ടത്തിൻ്റെ സ്വഭാവമൊക്കെ മാറി തുടങ്ങിയില്ലേ? നിന്നോടൊരു ഇഷ്ടമൊക്കെ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതോടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സുധീഷ് അങ്ങ് ഉറപ്പിക്കുകയാണേ. അതായത് നിധിക്ക് തന്നോടൊരു പ്രണയമൊക്കെ തോന്നി തുടങ്ങിയെന്നേ. അങ്ങനെ നിധി രാവിലെ ആകുമ്പോഴേക്കും തുണികളൊക്കെ അലക്കി വിരിക്കായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നിധിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുകയാണേ. നിധിനെ ആണെങ്കിൽ വായി നോക്കി അങ്ങനെ നടക്കണം. എന്നിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ രാത്രി താൻ എന്തിനാ എന്നെ കാത്തിരുന്നത്? ഞാൻ പറഞ്ഞത് വരെ ഇവിടെ ഇരിക്കുകയും പിന്നെ എന്നെ ഫോൺ ചെയ്യുകയും എന്നെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പോൾ അതിലെന്തോ ഒരു സംതിങ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ 2 ദിവസം ആയതല്ലേ ഉള്ളൂ തന്നെ എൻ്റെ അച്ഛനും ആങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ കെട്ടിയിടുകയൊക്കെ ചെയ്ത് അതിനുശേഷം പെട്ടെന്ന് താൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തന്നെ കാണാതായപ്പോൾ എനിക്കൊരു ടെൻഷൻ, ഇനി എന്തെങ്കിലും സംഭവിച്ചോ, അവരെങ്ങാനും വന്നോ പിന്നെയും എന്നൊക്കെ, അതുകൊണ്ടാണ് നിന്നെ വിളിച്ച്. ഓ അപ്പോൾ അതുകൊണ്ടായിരുന്നല്ലേ? അപ്പം നിൻ്റെ അച്ഛനെയും നിൻ്റെ ഏട്ടനെയും കൂടെ സേഫ് ആക്കാൻ വേണ്ടി ചുമ്മാ നീ വിളിച്ചതാണ്. ഞാനോർത്ത് എന്നോടുള്ള ഒരു കെയറിങ് കൊണ്ടായിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമുക്കിതൊക്കെ തിരിച്ചു കിട്ടാൻ പോകുന്നുള്ളൂ, എനിക്കതൊക്കെ അറിയാം എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനല്ല, ഇനി ഏട്ടനും അച്ഛനും വന്ന് പിന്നെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ പിന്നെയും ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ഓർത്തിട്ടാ എന്തെങ്കിലും പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ നിധിയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ആപ്ലിക്കേഷനൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെല്ലാനൊക്കെ പറയുകയാണ്. അങ്ങനെ സുധീഷിനോട് പറയുമ്പോൾ സുധീഷ് അവിടേക്ക് കൊണ്ടുപോകാം എന്ന് പറയാണ്. അങ്ങനെ രാവിലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുകയാണ് കേട്ടോ. അങ്ങനെ സുധീഷ് കാറിൽ കൊണ്ടുപോകാനേ. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓഫീസായിരിക്കുമേ. അധികം ജോലിക്കാരൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലമൊക്കെ ആയതേ ഉള്ളായിരിക്കും കേട്ടോ. അങ്ങനെ നിധിയെ കണ്ടുടനെ തന്നെ നിധിയുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മാനേജർ ചോദിക്കുന്നുണ്ട്. അത് 2 പേരുടെ പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഒരു കമ്പനി ആയിരിക്കും കേട്ടോ, 2 ഫ്രണ്ട്സിൻ്റെ. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. അങ്ങനെ ആ ഒരു ഫയലൊക്കെ കാണുമ്പോഴത്തേനും നിധിക്ക് ഗോൾഡ് മെഡലൊക്കെ കിട്ടിയത് കാണുമ്പോൾ നിധി എന്തുകൊണ്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മനസ്സിലാക്കുകയും അങ്ങനെ ഈ ജോലിക്ക് താങ്കൾ സെലക്റ്റഡ് ആണെന്ന് പറയുകയും ചെയ്യാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാകാണ്. നിധി എന്നിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, സത്യമാണോ, ഞാൻ സെലക്ട് ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതെ, നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള എല്ലാ യോഗ്യതയുണ്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിവരങ്ങളെല്ലാം മെയിൽ ചെയ്തേക്കാമെന്ന് പറയുമ്പോൾ, അല്ല അപ്പോൾ ഇൻ്റർവ്യൂവിൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ? ചോദ്യങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാലോ അയാൾ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും അയാൾക്ക് തരാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ
സ്റ്റാർട്ടിങ് സാലറി 2K ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, പിന്നെ ഓരോ പടി മുന്നോട്ട് കയറുക, അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മുടെ എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കും നമ്മൾക്ക് കിട്ടുന്ന ഏണിങ്സും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാനേജർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജോലി കിട്ടിയ സന്തോഷത്തിൽ വണ്ടിയിലേക്ക് കയറുമ്പോഴത്തേക്കിനും നമ്മുടെ സുധീഷ് നല്ല ഉറക്കമായിരിക്കും കേട്ടോ. സുധീഷ് നല്ല ഉറക്കമായിരിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ നിധിയാണെങ്കിൽ വണ്ടിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഈശ്വരൻ്റെ വിഗ്രഹം നോക്കി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേനും പ്രാർത്ഥിക്കുന്ന നിധിനെയാണ് കാണുന്നത്. എന്താണോ താനെന്തിനെങ്കിലും പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ കണ്ണൊക്കെ അടച്ച് കൈയൊക്കെ കൂപ്പി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ജോലി ശരിയായി, എനിക്ക് ജോലി കിട്ടി, ആഹാ സൂപ്പറാണല്ലോ, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയുകയാണേ. ആ സമയത്ത് നിധി പറയുന്നത്, ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല, എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു ഈ ജോലി കിട്ടുമെന്ന്. എന്തായാലും എനിക്ക് ഒരുപാട് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എന്നാൽ ഇനി ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത്, അത് ഇവർ മെയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു കമ്പനി എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ സുധീഷിനും ഒരുപാട് സന്തോഷമാകുകയാണേ. അങ്ങനെ സുധീഷ് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും നീ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ ഇനി അവരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇനി അടുത്ത പ്രശ്നങ്ങൾ വിളിച്ച് വരുത്താനോ, എല്ലാം അവസാനിപ്പിച്ച് ഞാൻ വന്നാലേ ഇനി അത് തന്നെ മതി, അല്ലാതെ വേറൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷാണെങ്കിൽ എന്നിട്ട് എത്ര രൂപ സാലറി കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഒരു 20,000 കിട്ടും എന്ന് പറയുമ്പോൾ 20,000 അല്ല. അപ്പോൾ നിധി പറഞ്ഞിട്ട്, എന്ത് പറ്റി? അല്ല, ഇയാൾ പഠിക്കാൻ എത്ര രൂപ ചിലവായി കാണും? ഒരു 10-15 ലക്ഷത്തിൽ മേളിൽ ചിലവായി കാണത്തില്ലേ? അപ്പോൾ ആ 15 ലക്ഷം രൂപ എവിടെ കിടക്കുന്നു? ഈ 20,000 രൂപ എവിടെ കിടക്കുന്നു? ഞാൻ ഇതിൻ്റെ ഡബിൾ ഒരു മാസം സമ്പാദിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അത് എൻ്റെ ഫസ്റ്റ് ജോബല്ലേ, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് സാലറി, ഞാനൊരു ഫ്രഷറല്ലേ, അതുപോലെ അപ്പം സ്റ്റാർട്ടിങ് ഇത്രയൊക്കെ കിട്ടുള്ളൂ, പിന്നെ എൻ്റെ കഴിവ് പോലെ ഇരിക്കും, ഓരോ പടി മുന്നോട്ട് കയറുമ്പോൾ സാലറി കൂടി വരും, അല്ലാതെ കയറി ചെല്ലുമ്പോൾ 1 ലക്ഷം രൂപ ഒന്നും സാലറി എടുത്തു തരാൻ അവിടെ ഇരിക്കുന്നത് എൻ്റെ ആരുമല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അത് കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാണ്ടങ്ങ് ദേഷ്യം വരികയാണ്. നിധി അപ്പം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും സുധീഷ്, ഞാനൊന്നും പറയുന്നില്ലേ, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അല്ല, എന്ത് പറഞ്ഞാലും നീയാണെങ്കിൽ പോയ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ നിനക്ക് ജോലി കിട്ടിയില്ല, അത് തന്നെ വലിയൊരു കാര്യം, അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട, നീ ഗോൾഡ് മെഡലൊക്കെ കിട്ടിയതില്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നിനക്ക് വേണ്ടേ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. 20,000 എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമൊന്നുമില്ല, ഇനി പടിപടിയായിട്ട് മുന്നോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് സുധീഷ് ആ വിഷയം അങ്ങ് വിടുകയാണോ. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, വേണ്ട ഇനി കൂടുതൽ എന്തെങ്കിലും പറയാൻ നിന്നാൽ ഞങ്ങൾ തമ്മിൽ തെറ്റും, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അങ്ങനെ ജോലി കിട്ടിയ സന്തോഷത്തിൽ നിധിയാണെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരികയാണെ. നേരെ ആദ്യം തന്നെ അത് ഏട്ടന് കൊടുക്കണമെന്ന് പറയാണ്. അങ്ങനെ സുധീഷും നിധിയും കൂടെ സുഭാഷേട്ടൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ജോലി സ്ഥലത്ത് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്ന് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ്. കൂടെ ഭായിയും കാണും, ഭായിക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും ഒരുപാട് സന്തോഷമായി, എനിക്കറിയാം മോളെ പോലെ അത്ര ടാലൻ്റ് ഉള്ള ഒരു കുട്ടിക്ക് ഈ ഒരു ജോലി എന്തായാലും കിട്ടും, എന്തായാലും അധികം അലഞ്ഞു തിരിയേണ്ട ഒന്നും അവസ്ഥ വന്നില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഈശ്വരനൊരു ജോലി തന്നില്ലേ, അത് മോളുടെ മനസ്സിൻ്റെ ഇതുകൊണ്ടാണ്, എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി മോളിന് ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്നൊക്കെ പറയുകയാണേ. ആ ഒരു സമയത്ത് നമ്മുടെ നിധിയാണെങ്കിൽ ഒരു സജഷൻ വെക്കുകയാണ്, അതായത് ഈ ഒരു കിച്ചൺ ഇങ്ങനെ പണിയുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു ഓപ്പൺ കിച്ചണാക്കി പണിയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടായിരിക്കും, അതുപോലെ കുറച്ച് സ്പേസ് ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയാനുണ്ടോ. എന്തായാലും നല്ല ഡിസൈനാണ് എന്നൊക്കെ പറയുമ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, മോളെപ്പോലെ ഒരു ആർക്കിടെക്ചർ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തത്, എന്തായാലും ഇതുപോലെ മോൾക്കും ഒരുപാട് വീടുകളൊക്കെ ചെയ്യാൻ കഴിയട്ടെ, എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു തരുമ്പോൾ അത് പ്രകാരം ചെയ്യുക എന്നല്ലാതെ അത് ഇങ്ങനെ വരച്ച് കാണിച്ച് കുറിച്ചൊക്കെ ചെയ്യാനൊന്നും നമുക്കറിയില്ല, അതൊക്കെ മോളെ പോലുള്ള കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ എന്നൊക്കെ പറയാനുണ്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ ഗുജറാത്തി പെൺകുട്ടി വരികയാണ് ഫുഡൊക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ആരാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഭയ്യാടെ സിസ്റ്ററാന്ന് പറയാണ്, ഉച്ചക്കത്തേക്കുള്ള ഫുഡുമായിട്ട് വന്നതാന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ എല്ലാവരും ഷെയർ ചെയ്തൊക്കെ കഴിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിൽ കുറച്ച് ഹിന്ദിയൊക്കെ ചെന്ന് പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ലഡുവൊക്കെ കൊടുക്കുകയും കുറച്ച് ഹിന്ദിയൊക്കെ കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് എല്ലാവരും കഴിക്കുകയാണ്. അങ്ങനെ ആ ഗുജറാത്തി പെൺകുട്ടി കൊണ്ടുവന്ന ഫുഡൊക്കെ നമ്മുടെ നിധിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണേ. അങ്ങനെ സുഭാഷ് എന്നും എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരിക്കും കേട്ടോ കഴിക്കുന്നത്. അതായത് ആ പെൺകുട്ടി കൊണ്ടുവരുന്ന ഫുഡ് സുഭാഷ് കൊണ്ടുവരുന്ന ഫുഡ് ആ പെൺകുട്ടിക്കും കൊടുത്ത് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കേട്ടോ കഴിക്കുന്നത്.
അങ്ങനെ ഇത് അനിയൻ്റെ വൈഫാന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടൻ വിവാഹം കഴിച്ചല്ലോ, അപ്പോൾ സോറി അനിയൻ വിവാഹം കഴിച്ചല്ലോ, അപ്പോൾ ഏട്ടൻ എന്താ വിവാഹം കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഏട്ടന് പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഉടനെ തന്നെ വിവാഹം കഴിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരികെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ നിധിയാണെങ്കിൽ നികേഷിനെയും കൂട്ടി ഒരു ഷോപ്പിങ്ങിന് പോകുകയാണേ. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും തിരിച്ചു വരികയാണ്. കയ്യിൽ ഒരുപാട് ജോഡി ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ സുഭാഷ് വന്ന ഉടനെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. താങ്ക്സ് ഏട്ടാന്നൊക്കെ പറഞ്ഞ് ആ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കാനിട്ട് രണ്ടുപേരും. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇത് എന്തൊക്കെയാണ് മോളെ വാങ്ങിയിരിക്കണത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല നാളെ മുതൽ ജോലിക്ക് പോകണമല്ലോ, അപ്പോൾ കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ വേണ്ടേ, ഇപ്പോൾ ഉള്ളതെല്ലാം മുഷിഞ്ഞു, അപ്പോൾ കുറച്ച് ഡ്രസ്സുകളും കോസ്മെറ്റിക്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാന്ന് പറയുകയാണേ. ആഹാ എന്നിട്ടെല്ലാം വാങ്ങിയോ? ഒരുപാട് സാധനങ്ങൾ വാങ്ങിയേട്ടാ, ഒരുപാട് സാധനങ്ങൾ നികേഷും പറയണേ. സൂപ്പറായിരുന്നു, ഞങ്ങൾ ബസ്സിൽ പാട്ടൊക്കെ കേട്ടിട്ടായിരുന്നു പോയത്, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അല്ലേ ഏട്ടത്തി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം സെറ്റപ്പായിരുന്നു എന്നൊക്കെ രണ്ടുപേരും അങ്ങനെ പരസ്പരം പറയുകയാണേ. അങ്ങനെ നമ്മുടെ നികേഷും നിധിയും കൂടുതൽ അടുക്കുകയാണ് കേട്ടോ. ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ടിങ് അവർക്കിടയിൽ വരികയാണേ. അങ്ങനെ നികേഷിനാണെങ്കിൽ പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ നിധിയായിരിക്കും കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ മരുന്ന് കൊടുക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ. അങ്ങനെ നികേഷിനൊരു പ്രത്യേക അടുപ്പം നമ്മുടെ നിധിയോട് തോന്നുകയാണ്. അതെല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ എന്താ ഒരു ഫീലിങ്സ്, കാരണം നമുക്ക് ഇതുവരെയായിട്ട് ആരൊന്നും ചെയ്തു തരാനൊന്നും ഇല്ലായിരുന്നല്ലോ, ഏട്ടത്തി എന്നെ കൂടെ നിന്ന് ഗവനിച്ചപ്പോൾ എനിക്ക് ഏട്ടത്തിയോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുകയാണെന്നൊക്കെ പറയണം. അപ്പോൾ സുധീഷ് പറയുകയും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബഹുമാനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, എനിക്ക് മാത്രം അതൊന്നും കിട്ടാത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഈ ജന്മത്തിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നികേഷ് കളിയാക്കിയിട്ട് അങ്ങ് ഓടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഇപ്പോൾ ഈ ഡ്രസ്സുകളുടെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നികേഷ് അതിൽ നിന്നൊരു പൊതി എടുത്തിട്ട്, ഏട്ടാ ഇതെങ്ങനെയുണ്ട്, നല്ല ബ്രാൻഡഡ് ഷർട്ടല്ലേ, എനിക്ക് ഏട്ടത്തി വാങ്ങിച്ചു തന്നതാ എന്ന് പറയുമ്പോൾ, ആഹാ ഇത് കൊള്ളാലോടാ, എടാ 1500 രൂപയോ, ഇത്രയും വിലയുള്ള ഷർട്ട് വേണമായിരുന്നു നിനക്ക്, ഈ ഷർട്ടിന് 3-4 ഷർട്ട് എടുക്കത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, ഏട്ടാ ഇത് ബ്രാൻഡഡ് ഷർട്ടാണ്, എൻ്റെ കയ്യിൽ ക്യാഷ് കുറവായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ തന്നെ ഒരെണ്ണം കൂടി ഇവന് എടുത്തു കൊടുത്തേനെ എന്ന് പറയുമ്പോൾ, എന്നാലും എൻ്റെ മോളെ ഇത്രയും വിലയുള്ള അതൊന്നും സാരമില്ല, അത്ര അധികം സെറ്റപ്പായിട്ടുള്ള ബ്രാൻഡാന്നൊക്കെ പറയുകയാണേ. അങ്ങനെ പിന്നീട് സുഭാഷ് ഏട്ടന് ഒരു ഷർട്ട് കൊടുക്കുകയാണ്. മോളെ എനിക്കെന്തിനാ മോളെ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിയത്, മോൾക്ക് ഓഫീസിലേക്ക് പോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും സാരമില്ല ഏട്ടാ, ഇത് പിടിച്ച് എന്ന് പറയുകയാണേ. അങ്ങനെ പിന്നീട് നമ്മുടെ മറ്റേ അനിയനും കൂടെ കൊടുക്കാനായിട്ടോ ഡ്രസ്സ്, എന്നിട്ട് ടീഷർട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്കാണേ, നീ എപ്പോഴും ടീഷർട്ടല്ലേ കൂടുതൽ വെയർ ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ നിനക്കിത് വാങ്ങിയത്, നിനക്ക് ഇഷ്ടമായെന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമായി, സൂപ്പറാണെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അതുവഴി അച്ഛൻ വരികയാണ് കേട്ടോ നമ്മുടെ. അപ്പോഴത്തേക്കിനും അച്ഛനും കൊടുക്കുന്നുണ്ട്. ഇന്നാച്ചാൽ അച്ഛനൊരു മുണ്ടും ഷർട്ട് എന്ന് പറഞ്ഞപ്പോൾ, ആഹാ മുണ്ടും ഉണ്ടോ, കൊള്ളാലോ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്, നല്ലതാ എന്നിങ്ങനെ പറഞ്ഞിട്ട്, എന്താ വിശേഷം, എന്താ വല്ല ദീപാവലി വേണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, എനിക്ക് ജോലി കിട്ടി, അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാൻ പോയപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചതാ എന്ന് പറയാനുണ്ടോ. അപ്പോൾ അച്ഛനും ഒരുപാട് സന്തോഷമാകാണ്. എന്തായാലും നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ സുധീഷാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, സുധീഷിന് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ നമ്മുടെ നിധി അകത്തേക്ക് കയറി പോകാനുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട്. അയ്യോ അപ്പോൾ എനിക്കില്ലേ, ഇതാണ് കണ്ടോ എല്ലാവർക്കും വേണ്ടെന്ന് വാങ്ങിച്ചു കൊടുത്ത്, പട്ടിയെപ്പോലെ ഇവിടെ ഞാൻ നിൽക്കുക, എനിക്കൊരു കർച്ചീഫ് പോലും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നികേഷൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ ഞങ്ങളുടെ ഷർട്ട് കണ്ടോ, എന്ത് ബ്രാൻഡഡ് ഷർട്ടാന്ന് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി, ഇതിട്ടൊരു കളിക്കുക, എന്ത് ഭംഗിയാണെന്ന് ഓർത്ത് നോക്കി. അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഏട്ടനില്ല, ഏട്ടനെ ആ ഒരു ഗണത്തിലൊന്നും പെടുത്തിയിട്ടില്ല, ഞങ്ങളൊക്കെ അത് നിധിയെടുത്തിട്ട് ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡയലോഗൊക്കെ അടിച്ചിട്ട് നികേഷും മറ്റേ സഹോദരനും കൂടെ അങ്ങനെ പോകുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ പെട്ടെന്ന് തന്നെ നിധി കയ്യിൽ ഇങ്ങനെ പുറകിലൊരു പൊതിയൊക്കെ ഒളിപ്പിച്ച് വരികയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്ക് വാങ്ങിച്ചതാ എന്ന് പറയുമ്പോൾ, അതല്ലേ നോക്കിയത്, അങ്ങനെ എല്ലാവർക്കും വാങ്ങിക്കുമ്പോൾ എന്നെ ഒഴിവാക്കുമോ, ഞാനൊന്ന് ഭയന്ന് പോയി, എന്തായാലും നല്ല കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എൻ്റെ കളർ സെൻസൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി, എനിക്ക് ഈ കളറാണ് ഇഷ്ടമെന്നൊക്കെ ചോദിക്കുമ്പോൾ, അവനാ സെലക്ട് ചെയ്തത്, അവൻ പറഞ്ഞിട്ടാണ് ഞാനിതെടുത്തത്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഇഷ്ടപ്പെട്ടോ, നല്ല സൂപ്പർ ഷർട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് നികേഷ് പറയുന്നുണ്ട്, നാളെ കോളേജിൽ ഇട്ടുകൊണ്ട് പോകണം, കോളേജിലൊന്നും ഇട്ടുകൊണ്ട് പോകണ്ട, ഇനിയിപ്പോൾ ദീപാവലിയും ഒക്കെയല്ലേ പറഞ്ഞത്, ആ ഒരു സമയത്ത് എടുത്തിടാം എന്ന് പറയുമ്പോഴത്തേക്കിനും, പിന്നെ ദീപാവലിക്ക് അപ്പോൾ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ച് തരത്തില്ലേ, എനിക്ക് നാളെ തന്നെ ഇട്ടുകൊണ്ട് പോകണം ഇത് എന്ന് പറയുമ്പോൾ സുഭാഷ് പറഞ്ഞിട്ട്, വാങ്ങിച്ച് തരാം, എന്നാൽ നീ ഇട്ടുകൊണ്ട് പോകും, എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ നിധി പറഞ്ഞിട്ട്, എടാ എനിക്കിനി ഈ മാസം മുതൽ സാലറി കിട്ടി തുടങ്ങും, അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം, നീ നാളെ ഇട്ടുകൊണ്ട് പോയിക്കോ എന്ന് പറയുകയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാവിലെ
നമ്മുടെ എന്താ നികേഷ് ആണെങ്കിൽ ഒരുപാട് പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അയൽപക്കത്തുള്ളവരും അതുപോലെ തന്നെ അപ്പച്ചിയും ഒക്കെ ഇങ്ങനെ ഇതെന്തിനാണ് ഇവർ പടക്കം പൊട്ടിക്കുന്നത്, ഇനിയിപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ വന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് പറഞ്ഞിട്ട് എൻ്റെ മരുമകൾക്ക് ജോലി കിട്ടിയടി, ജോലി കിട്ടി, നീ കാണാൻ, നീ കണ്ണ് തുറന്ന് കാണാൻ, എൻ്റെ മരുമകൾ ഇന്ന് മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങുവാടി, കണ്ടോടി കണ്ടോടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഡാൻസൊക്കെ കളിക്കുകയാണ്. എന്നിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാണ്. പെട്ടെന്ന് പടക്കം കയ്യിലോട്ട് വീണ് ചെറിയൊരു മുറിവൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി എന്താ വെച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറ്റില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നിധി പറഞ്ഞിട്ട് എന്തോ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഭാസ്കരൻ അങ്ങനെ കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെ നിധിയെ യാത്ര അയക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുധീഷായിരിക്കും അന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് സുധീഷായിരിക്കും കേട്ടോ നിധിയെ കൊണ്ടുവിടാൻ പോകുന്നത്. അങ്ങനെ നിധിയുമായിട്ട് ഇവർ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ സുധീഷ് ഒന്നും തന്നെ മിണ്ടുന്നില്ലേ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ മിണ്ടാതെ വരുന്നത്, നമ്മൾ മിണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, എന്നാലും 2 പേര് ഒരുമിച്ച് പോകുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ അത് മറ്റേ ആൾക്ക് എന്തോ പോലെ തോന്നത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മുടെ സുധീഷ്. പിന്നെ വളാന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയ സുധീഷ് നിർത്തുന്നില്ല. ആ സമയത്ത് നിധിക്കാണെങ്കിൽ അങ്ങ് തല പെരുത്ത് വരികയാണേ. നിധി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സുധീഷ് ഒന്ന് നിർത്തും, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, അപ്പോൾ ഇതെന്തൊക്കെ ഈ സംസാരിക്കണേ, എന്തൊക്കെ ഈ പറയുന്നത്, നിൻ്റെ നാക്കിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക എന്ന് പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ സുധീഷ് തൻ്റെ കയ്യിലുള്ള ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മുടെ സുഭാഷ് ചേട്ടനാണെങ്കിൽ രാവിലെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ അതിന് മോള് ഫസ്റ്റ് ഡേ ഓഫീസിലേക്ക് പോകുകയല്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിന് മധുരം കൊണ്ട് തന്നെ ആരംഭിക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ സുധീഷും അതുപോലെ തന്നെ നികേഷും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കും പിറന്നാളൊക്കെ ഉണ്ട്, എന്നിട്ട് ഇതുപോലുള്ള സമ്മാനങ്ങളും ഗിഫ്റ്റുകളൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല, എപ്പോഴും ഒരു ഷർട്ട് ഇങ്ങനെ ചൂണ്ടി കാണിക്കുമ്പോൾ അത് മേടിച്ചു, അല്ലാതെ ഞങ്ങളോട് ഈ പരിഗണനയൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുശുമ്പൊക്കെ കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷമായിരിക്കും നമ്മുടെ സുധീഷ് ഇങ്ങനെ ഒരു വാച്ച് എല്ലാവരുടെ മുമ്പ് വെച്ച് കൊടുക്കുന്നില്ല. കാരണം അവൾ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ നാണം കെടുത്തില്ലയോ എന്നിങ്ങനെ പറയുമ്പോൾ നികേഷ് പറയുന്നില്ല അത് സാരില്ല ഏട്ടാ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇല്ലില്ല ഞാൻ കൊടുക്കത്തില്ല, നിങ്ങളൊക്കെ എന്നെ കളിയാക്കും, അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കാറിൽ വെച്ച് ഒരു ഗിഫ്റ്റാന്ന് പറഞ്ഞ് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട് ഇതെന്ത് ഗിഫ്റ്റാണ്, തുറന്ന് നോക്കിയാലല്ലേ അറിയുള്ളൂ, ഞാൻ തുറന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഒരു വാച്ചായിരിക്കും കേട്ടോ. നിധിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. നിധി സൂപ്പർ വാച്ചാണല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നീ ഇങ്ങനത്തെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, താങ്ക്സ് സുധീഷ് എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷിന് ഒരുപാട് സന്തോഷമാകാണ്, കാരണം താൻ വാങ്ങിച്ചു കൊടുത്തതിനെ അംഗീകരിച്ചല്ലോ. അപ്പോൾ സുധീഷിന് ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ. അങ്ങനെ മനസ്സ് നിറഞ്ഞിട്ട് തന്നെയായിരിക്കും നമ്മുടെ നിധി ഓഫീസിലേക്ക് പോകുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട് ഇനി വൈകിട്ട് എന്നെ പിക്കപ്പ് ചെയ്യാനൊന്നും വരണ്ട, ഞാൻ വന്നോളാം, തന്നെ ഇനി വന്ന് ശീലിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി തന്നെ വന്നോളാം, അതുകൊണ്ട് ഇയാൾ പിക്കപ്പ് ചെയ്യാനൊന്നും വരണ്ട, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പോലെ ഞാൻ പെട്ടെന്ന് തിരിച്ചെത്തത്തില്ല, ഇന്ന് വൈകുന്നേരം വരെ ഉണ്ട്, ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഓർമ്മിപ്പിച്ചിട്ടായിരിക്കും നിധി പോകുന്നത്. അങ്ങനെ ഓഫീസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പുതിയ ആ ഒരു 2 പേരെ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ 2 പേരും അവിടേക്ക് എത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നിധി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും നിധിയെ വെൽക്കം ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വളരെ രസകരമായ ഇനി ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി മുൻപോട്ട് കൂടുതലും പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഉള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാനിരിക്കുന്നത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകളുടെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.